ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമ്മൾക്കൊരു GoPro, നിങ്ങൾ GoProൻ്റെ വീഡിയോ ഓൾറെഡി കണ്ടിട്ടുണ്ട്, ഒരു ആക്ഷൻ ക്യാമറയാണ്. അപ്പോൾ നമുക്ക് വിൻഡോസ് കമ്പ്യൂട്ടറിൽ എങ്ങനെ വെബ് ക്യാമറ ഇല്ലാത്ത കമ്പ്യൂട്ടർ ഉണ്ടാകും, കമ്പ്യൂട്ടറിൽ വെബ് ക്യാമറ വർക്ക് ചെയ്യാത്ത ആൾക്കാരുണ്ടാകും, അതുപോലെ തന്നെ വെബ് ക്യാമറയിൽ ക്ലാരിറ്റി ഇല്ലാത്ത പല സിറ്റുവേഷൻസും നമുക്കുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ GoPro നമ്മൾക്കൊരു വെബ് ക്യാമറയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ലാസ്റ്റ് വീക്കാണ് നമുക്കൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. മുമ്പ് മാക് പ്രോ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ മാക് OSൽ നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ അവൈലബിൾ ആയിരുന്നു. ബട്ട് വിൻഡോസിന് ഓഗസ്റ്റിലാണ് വന്നിട്ടുള്ളത്. ഓഗസ്റ്റിൽ 2 മാസം മുമ്പാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൽ USB വഴി കണക്ട് ചെയ്തിട്ട് ഇതിലെ വരുന്ന ഫൂട്ടേജ് നമുക്ക് ചാറ്റിംഗ് ആപ്ലിക്കേഷനിൽ വെബ് ക്യാമറ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് വേറെ ആവശ്യമുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു USB കേബിളാണ്. അപ്പോൾ Type-C കേബിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ GoPro ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കിവിടെ ഒരു USB Type-C കണക്ട് ചെയ്യേണ്ട നമ്മൾ സാധാരണ ചാർജ് ചെയ്യുന്ന പോർട്ടാണ്. അപ്പോൾ അവിടെ കണക്ട് ചെയ്ത് മറ്റേ സൈഡ് Type-A നമ്മൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ വെബ് ക്യാമറ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഓണാക്കിയിട്ടുണ്ട്, വെബ് ക്യാമറ ഓണാക്കി, GoPro ഓണാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒന്ന് ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ GoPro Type-C കേബിൾ വെച്ചിട്ട് നമ്മുടെ ലാപ്ടോപ്പിന് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാപ്ടോപ്പിൽ ഏത് സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നമ്മൾ വെബ് ക്യാം യൂട്ടിലിറ്റി, GoPro വെബ് ക്യാം യൂട്ടിലിറ്റി ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി ആദ്യം തന്നെ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിലേക്ക് പോവുക. അപ്പോൾ ലിങ്കിൽ കുറച്ച് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ആൻഡ് ലോഞ്ച് GoPro വെബ് ക്യാം ഡെസ്ക്ടോപ്പ് യൂട്ടിലിറ്റി ഓപ്ഷൻ ആണ്. അതിൽ അവൈലബിൾ ഹിയർ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് വേറൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കാണും. അതിൽ ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്യാൻ കാണിക്കുന്നത് മാക് OSനുള്ള വെബ് ക്യാം യൂട്ടിലിറ്റിയാണ്. നമ്മൾ കുറച്ചും കൂടി താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വിൻഡോസിൻ്റെ സെറ്റപ്പ് കാണാവുന്നതാണ്. അവിടെ GoPro വെബ് ക്യാം ബീറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നമുക്കൊരു GoPro വെബ് ക്യാമിൻ്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലേക്കാണ് പോകുന്നത്. അതിലേക്കൊന്ന് ജോയിൻ ചെയ്യുക. അതിനുശേഷം താഴെ നമുക്കൊരു ഡൗൺലോഡ് ലിങ്ക് കാണാൻ പറ്റും, install.app center. അത് ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ഉടനെ തന്നെ നമുക്കിവിടെ ഒരു വെബ് ക്യാം, GoPro വെബ് ക്യാം യൂട്ടിലിറ്റിൻ്റെ ഐക്കൺ ഇവിടെ വന്നിട്ട് കാണും. പിന്നെ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ GoPro ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യണം. മൊബൈലിൽ GoPro ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളുടെ GoProയിലുള്ള ഫേംവെയർ നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിലൂടെ വെബ് ക്യാം ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് USB-യിൽ കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ USB കേബിൾ വഴി നമ്മൾ GoPro കണക്ട് ചെയ്ത ഉടനെ തന്നെ നമുക്കിവിടെ വെബ് ക്യാം യൂട്ടിലിറ്റിൻ്റെ അവിടെ ഒരു ബ്ലൂ ഡോട്ട് കണക്ട് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഷോ പ്രിവ്യൂ, അതായത് നമ്മൾ GoProയിലൂടെ വരുന്ന ഫൂട്ടേജ് കാണാനുള്ള ഒരു പ്രിവ്യൂ ആണ്. ഇപ്പോൾ ഷോ പ്രിവ്യൂ നോക്കിയ ഉടനെ തന്നെ നമ്മൾക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ GoProയിലുള്ള വീഡിയോ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റുന്ന നല്ല വൈഡ് വ്യൂ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ വീഡിയോ ചാറ്റിംഗ് ആപ്ലിക്കേഷനിൽ നമ്മൾ ഈ ക്യാമറ GoPro വെബ് യൂട്ടിലിറ്റി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാമറയിലൂടെ വരുന്ന വീഡിയോ ആയിരിക്കും നമുക്ക് ചാറ്റിംഗ് ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ കാണുന്നവർക്കും വൈഡ് ആയിട്ടുള്ള ഒരു നിങ്ങളുടെ വ്യൂ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്, നമുക്ക് GoProയിലൂടെ കിട്ടുന്ന വെബ് ക്യാം ഫുട്ടേജ് എന്ന് പറയുന്നത് വളരെ വൈഡാണ്. അതുകൊണ്ട് തന്നെ കുറേ ഓഡിയൻസ് ഉള്ള സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ GoPro കണക്ട് ചെയ്തിട്ട് വൈഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിനെ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു വീഡിയോ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സൂം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സൂമിൽ നമുക്ക് എങ്ങനെ ഈ GoPro വെബ് ക്യാം സെലക്ട് ചെയ്യാന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊന്ന് സെറ്റിങ്സിൽ പോകാം. സെറ്റിങ്സിൽ പോയതിന് ശേഷം വീഡിയോ സെക്ഷനിൽ പോയാൽ നമ്മൾക്ക് ഇവിടെ ക്യാമറ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പം കാണുന്നത് നമ്മുടെ ലാപ്ടോപ്പിലൂടെ വരുന്ന ക്യാമറ, ലാപ്ടോപ്പിൻ്റെ വെബ് ക്യാമറയിലൂടെ കിട്ടുന്ന ഫുട്ടേജ് ആണ്. നമുക്ക് ആ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് GoPro വെബ് ക്യാം യൂട്ടിലിറ്റി സെലക്ട് ചെയ്ത GoPro വെബ് ക്യാമിലൂടെ കിട്ടുന്ന ഫുട്ടേജ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ DSLR കണക്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നിക്കോണിൻ്റെ ഒരു വെബ് ക്യാം യൂട്ടിലിറ്റി കാണുന്നത്. നമുക്കിപ്പോൾ GoPro സെലക്ട് ചെയ്യാം. അപ്പോൾ GoPro സെലക്ട് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ആദ്യം ഒരു വെൽക്കം മെസ്സേജും അതുപോലെ തന്നെ ഇപ്പോഴാണ് നമ്മുടെ GoProയിലൂടെ കിട്ടുന്ന ഒരു ഫുട്ടേജ് ആണ് നിങ്ങൾ ഈ കാണുന്നത്.
ഇത് സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ സാധാരണ എങ്ങനെയാണോ സൂം കോൾ ചെയ്യുന്നത് വീഡിയോ കോൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ GoPro ഫൂട്ടേജ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ GoPro വെബ് ക്യാമറയായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ആൻഡ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.